അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ദോലനം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ഓക്കെ, ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. എന്താണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് വെച്ചാൽ ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. എടാ, ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ നമ്മൾ ഒരു വസ്തു തൂക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ വസ്തു ഇതിന്റെ തുലനസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് നിൽക്കുന്ന പൊസിഷനാണ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാള് നിൽക്കുന്ന ഈ ഒരു പൊസിഷനാണ് തുലനസ്ഥാനം. ഇനി എന്താണ് ദോലനം എന്ന് ചോദിച്ചാൽ ഇയാൾ എന്ത് ചെയ്യും? ഞാൻ ഇതിനെ പിടിച്ച് ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് ആട്ടി എന്ന് എഴുതുക. ഇവിടെ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് കൊടുത്ത് ഇതിനെ ആട്ടി. അങ്ങനെ ആട്ടിയാൽ ഇയാൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് സഞ്ചരിക്കില്ലേ? ഓക്കെ, ഇങ്ങോട്ട് മൂവ് ചെയ്ത ഈ ബോൾ എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങോട്ട് വരും, പിന്നെ എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഈ ബോൾ എന്ത് ചെയ്തു? ആദ്യം ഇവിടെയായിരുന്നു, അതായത് പിന്നെ എന്ത് ചെയ്തു? ഇങ്ങോട്ടെത്തി. പിന്നീട് എന്ത് ചെയ്തു? ഇത് തിരിച്ചിങ്ങോട്ട് വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ട് ചലിച്ചു. അതായത് അതിന്റെ സ്ഥാനം ഇങ്ങോട്ടെത്തി. ഇതാണ് തുലനസ്ഥാനം എന്ന് വിചാരിക്കുക. ഈ തുലനസ്ഥാനത്തെ ആസ്പദമാക്കിയാണ് ഈ ബോൾ എന്ത് ചെയ്തത്? ഇങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചത്. ഓക്കെ, ഈ ഒരു ആട്ടത്തിനാണ്, ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആട്ടത്തിനാണ് എന്ത് പറയാ? ദോലനം എന്ന് പറയുക. ഓക്കെ, എടാ, അടുത്തത് ഒരു ദോലനം എപ്പോഴാണ് ആവുക എന്ന് ചോദിച്ചാല് ഞാൻ ഇവിടെ ഉള്ളൊരു പെൻഡുലത്തെ എന്ത് ചെയ്തു? ഇതാണ് നമ്മുടെ എന്ത് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നിൽക്കുന്ന ഈ ഒരു പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലനസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഞാനിതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആട്ടി എന്ന് എഴുതുക. അതായത് ഈ റൈറ്റ് ഡയറക്ഷനിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഈ പെൻഡുലം എന്ത് ചെയ്തു? വലത്തെ വശത്തോട്ട് നീങ്ങും. ഓക്കെ, ഇതിവിടെ ഞാൻ നിൽക്കല്ല ചെയ്യുക. ഇതെന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് വരും, പിന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ടും വരും. അപ്പൊ ഇതിന്റെ പൊസിഷൻ എങ്ങോട്ടാകും? ഈ ഒരു പൊസിഷനിലോട്ട്. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു? ആദ്യം റൈറ്റിലോട്ട് മൂവ് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ടെത്തി, പിന്നെ വീണ്ടും ഇങ്ങോട്ടെത്തി. ഓക്കെ ആണോ? ഇനി ഇവിടെ നിന്ന് വീണ്ടും ഇത് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് തന്നെ വരും, അല്ലെങ്കിൽ ഇതിന്റെ തുലന സ്ഥാനത്തോട്ട് തന്നെ വരും. അപ്പോഴാണ് നമ്മൾ ഒരു ഓസിലേഷൻ ആയി എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ദോലനം സംഭവിച്ചു എന്ന് പറയുക. അതായത് എവിടെ നിന്നാണോ വസ്തു സഞ്ചരിച്ചത് അവിടേക്ക് തന്നെ മടങ്ങിയെത്തണം. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ ഒരു പെൻഡുലം സഞ്ചരിച്ചു എന്ന് എഴുതുക. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ ഒരു വസ്തു സഞ്ചരിച്ച് വലത്തോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നു, വീണ്ടും എന്ത് ചെയ്തു? ലെഫ്റ്റിലോട്ട് പോയി, പിന്നെ വീണ്ടും എന്ത് ചെയ്തു? ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എത്തി. ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം എന്ന് പറയുക. എടാ, നമ്മൾ നേരത്തെ ഒരു ദോലനം എന്താണെന്ന് പറഞ്ഞു, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇയാൾ ഇങ്ങോട്ട് സഞ്ചരിച്ച് വീണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി, ലെഫ്റ്റിലോട്ട് സഞ്ചരിച്ച് വീണ്ടും എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എത്തണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു ദോലനം എന്ന് പറയുക. ഇനി എന്താണ് പീരീഡ്, അല്ലെങ്കിൽ ടി എന്ന ലെറ്റർ കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുക? എന്തൊരു ലെറ്റർ കൊണ്ട്? ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുക. ടി എന്ന് പറഞ്ഞാൽ ഒരു ദോലനത്തിനടുക്കുന്ന ടൈം, ഒരു ദോലനത്തിനടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയാ? ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുക. അന്ന് സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. അതായത് ഞാനിവിടെ 2 പെൻഡുലം എടുത്തു എന്ന് ചോദിച്ചത്. ഞാനിവിടെ 2 പെൻഡുലം എടുത്തു. ഒന്നിതാണ്, അടുത്തൊരു പെൻഡുലം എന്ന് പറയുന്നത് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ടൈം പീരീഡ്? രണ്ടിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇയാള് ഒരു ദോലനത്തിന് 5 സെക്കൻഡ് എടുത്തു എന്ന് എഴുതുക. ഓക്കെ, എന്നാൽ ഇയാള് രണ്ടാമത്തെ ആള് ഒരു ദോലനത്തിന് 8 സെക്കൻഡ് എടുത്തു എന്ന് എഴുതുക. ഓക്കെ, അതായത് ഫസ്റ്റത്തെ കേസിൽ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് ആണ്. രണ്ടാമത്തെ കേസിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 8 സെക്കൻഡ് ആണ്. ഓക്കെ, അതായത് ഒരു ദോലനത്തിന് എത്ര സമയമാണ് എടുക്കുന്നത് അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആയത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക. ഞാനൊരു പെൻഡുലത്തെ എടുത്ത് എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്താൽ ഇതെന്ത് ചെയ്യും? വലതുവശത്തേക്ക് സഞ്ചരിക്കില്ലേ? ഇത് വലതുവശത്തോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വലതുവശത്തോട്ട് മൂവ് ചെയ്തിട്ട് ഇയാളുടെ പൊസിഷൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടെത്തും. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യും? ഈ ബോൾ തിരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചലിക്കില്ലേ? ഇങ്ങോട്ട് ചലിച്ചിട്ട് ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് സഞ്ചരിക്കും. എടാ, ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇയാള് മാക്സിമം എത്ര ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിച്ചു, അല്ലെങ്കിൽ മാക്സിമം എത്ര സ്ഥാനാന്തരം സഞ്ചരിച്ചു എന്ന് നോക്കുക. അടുത്തൊരു കൺസെപ്റ്റ് ആണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്താണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ ഒരു പെൻഡുലം ഒരു സെക്കൻഡില് എത്ര തവണ ഓസിലേറ്റ് ചെയ്തു, ഒരു സെക്കൻഡിൽ ഇയാള് എത്ര തവണ ഓസിലേറ്റ് ചെയ്തു എന്നുള്ള കണക്കാണെന്ത്? ആവൃത്തി എന്ന് പറഞ്ഞാല്. ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു പെൻഡുലം നമ്മൾ എടുത്തു, രണ്ടാമത് വേറൊരു പെൻഡുലം എടുത്തു. ഓക്കെ, ക്ലിയർ ആണോ? ഇനിയടാ, ഈ ഫസ്റ്റ് കേസിലെ പെൻഡുലം ഒരു സെക്കൻഡില് 3 തവണ ഓസിലേറ്റ് ചെയ്തു എന്ന് എഴുതുക. 3 തവണ എന്ത് ചെയ്തു? ഓസിലേറ്റ് ചെയ്തു എന്ന് എഴുതുക. എന്നാൽ രണ്ടാമത്തെ കേസിലെ പെൻഡുലം ഒരു സെക്കൻഡില് 2 തവണയാണ് ഓസിലേറ്റ് ചെയ്തത് എന്ന് വിചാരിക്കാം. 2 തവണയാണ് ഓസിലേറ്റ് ചെയ്തത് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പറയാം രണ്ടാമത്തെ കേസിൽ
രണ്ടാമത്തെ കേസിലെ പെൻഡുലത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് 2 ആണ്. എന്നാൽ ഫസ്റ്റ് കേസിലെ പെൻഡുലത്തിന്റെ ആവൃത്തി എത്ര അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് 3 ആണ് എന്ന് പറയാം. ഇനിയുടെ ആവൃത്തിയുടെ SI യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ആവൃത്തി എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ നമ്മൾ ഹെർട്സിലാണ് പറയുന്നത്. എന്തിനാണ് പറയുക? ഹെർട്സ്. അതിന് നമ്മൾ HZ എന്ന ലെറ്റർസ് കൊണ്ട് സൂചിപ്പിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ആവൃത്തി സൂചിപ്പിക്കുന്ന ലെറ്റർ F ആണ്. F എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയഡിന് എന്താണ്? വിപരീത അനുപാതത്തിലാണ്, അല്ലെങ്കിൽ പീരിയഡിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമുക്ക് എന്ത് പറയാം, ഫ്രീക്വൻസി കാണാൻ 1/t എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഇക്വേഷൻ ആണ് F = N/T എന്നുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, F എന്ന് പറഞ്ഞാൽ ആവൃത്തി കാണാനുള്ള സമവാക്യമാണ്. അതിൽ N എന്ന് പറഞ്ഞാൽ ഓസിലേഷന്റെ എണ്ണമാണ്. N എന്ന് പറയുന്നതാണ് ഓസിലേഷന്റെ എണ്ണമാണ്. T എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയഡ് ആണ്. എന്താണ്? പീരിയഡ് ആണ്. ഓക്കെ, അടുത്തത് പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ലെറ്റർ T = സ്മോൾ ലെറ്റർ t ഡിവൈഡഡ് ബൈ N ആണ്. സ്മോൾ ലെറ്റർ t എന്ന് പറഞ്ഞാൽ ദോലനത്തിനെടുത്ത സമയമാണ്, അല്ലെങ്കിൽ ഓസിലേഷൻ എടുത്ത സമയമാണ്. N എന്ന് പറഞ്ഞാൽ എത്ര ദോലനം, നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്. അതായത് അവിടെ നടന്ന ഓസിലേഷന്റെ എണ്ണം. ഇതെവിടെയാണ് വർക്ക് ആകുക എന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു പെൻഡുലം 30 ദോലനത്തിന്, എങ്ങനെ 30 ദോലനത്തിന് ആ പെൻഡുലം 1 മിനിറ്റ് എടുത്തു എന്ന് എഴുതുക. അതായത് 30 വട്ടം ഇയാൾ ദോലനം ചെയ്യാൻ, ഇയാൾ എന്ത് ചെയ്തു, 30 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ദോലനം ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് എടുത്തു എന്ന് എഴുതുക. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കും, അവിടുത്തെ ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് കാണുക എന്ന് പറയും. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ എഴുതുക T = സ്മോൾ ലെറ്റർ t ഡിവൈഡഡ് ബൈ N. അതായത് സ്മോൾ ലെറ്റർ t എന്ന് പറഞ്ഞാൽ 30 തവണ ഇയാൾ ദോലനം ചെയ്യാനെടുത്ത സമയം 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ സ്മോൾ ലെറ്റർ ടിന്റെ അവിടെ എന്ത് എഴുതുക? 16 എന്ന് എഴുതുക. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓസിലേഷൻ നടന്നത്? 30 ഓസിലേഷൻ നടന്നത്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ T, അതായത് പീരീഡ് എന്ത് കിട്ടും? 16/13. ഇത് ഇവിടെ കട്ട് ചെയ്ത് എത്ര കിട്ടും? 2 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എന്തുണ്ട്? ഒരു ഊഞ്ഞാലുണ്ട്. അതിന്റെ കയർ എന്താണ്? നല്ല നീളമുള്ള കയറാണ്. ഇത് അതിന്റെ ഇരിക്കാനുള്ള സ്ഥലം. ഓക്കെ, അടുത്തൊരു ഊഞ്ഞാൽ ഞാൻ എടുത്തു. അതിനെന്താണ്? വളരെ നീളം കുറഞ്ഞ കയറുകളാണ്. ഇതിനെന്ത് ചെയ്തു? അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. ഓക്കെ, ഞാനിത് പിടിച്ച് ആട്ടാണെന്ന് എഴുതുക. ഓക്കെ, ഇതിനെ പിടിച്ച് എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി. അതിനെ ആട്ടിയാല് 1 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് ഇതിൽ ഒന്നാമത്തെ കയറാണോ, ഊഞ്ഞാലാണോ, രണ്ടാമത്തെ ഊഞ്ഞാലാണോ കൂടുതൽ ആടുക? ഒരു സംശയവും കൂടാതെ 10 സെക്കൻഡ് കൊണ്ട് കൂടുതൽ ഏതായിരിക്കും ആടുക? ഈ ചെറിയ കയറുള്ള ഊഞ്ഞാലായിരിക്കും ആടുക. ഈ വലിയ കയറുള്ള ഊഞ്ഞാൽ എന്തായിരിക്കും? വളരെ പതുക്കെ മാത്രമേ 10 സെക്കൻഡിൽ ആടുകയുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ എന്ത് ചെയ്തു? കയറിന്റെ നീളം കൂടി. കയറിന്റെ നീളം എന്ത് ചെയ്തു? കൂടി. കയറിന്റെ നീളം കൂടിയപ്പോ 10 സെക്കൻഡിൽ കയറിന്റെ നീളം കുറഞ്ഞ ഊഞ്ഞാലല്ലേ എന്ത് ചെയ്തത്? കൂടുതൽ തവണ ആടിയത്. കയറിന്റെ നീളം കൂടിയ ഊഞ്ഞാൽ എന്ത് ചെയ്തു? കുറവ് തവണയെ ആടിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം കയറിന്റെ നീളം കൂടിയപ്പോ ആവൃത്തി എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, ഇനി ചെറിയ കയർ യൂസ് ചെയ്തപ്പോ അവിടെ ഫ്രീക്വൻസി എന്ത് ചെയ്തു? കൂടി. അതായത് ഒരു പെൻഡുലത്തിന്റെ നീളം കൂടുതലാണ് എന്ന് എഴുതുക. നീളം കൂടിയാല് അല്ലെങ്കിൽ ലെങ്ത് കൂടിയാൽ അവിടെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. നേരെ ഓപ്പോസിറ്റ് നീളം കുറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഫ്രീക്വൻസി കൂടും എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് പെൻഡുലത്തിന്റെ കയറിന്റെ നീളം, അല്ലെങ്കിൽ ഊഞ്ഞാലിന്റെ കയറിന്റെ നീളവും നമ്മുടെ ഫ്രീക്വൻസിയും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഒരാൾ കൂടിയാൽ മറ്റേ ആൾ കുറയും. ഓക്കെ, അല്ലെങ്കിൽ ലെങ്ത് ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിന്റെ അർത്ഥം ലെങ്ത് കൂടിയാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. അതുപോലെ തന്നെ ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും.